CBSE പുനർമൂല്യനിർണ്ണയത്തിലെ പ്രതിസന്ധി നിയമസഭയിലും പ്രതിപക്ഷം ഉന്നയിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഇതിന് മറുപടി കൊടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച തുടരുന്നതിനിടയിലാണ് ഇത് വരാൻ പോകുന്നത്. ഷബീദ് റാവുത്തർ അപ്ഡേറ്റുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷബീദ്. വെരി ഗുഡ് മോർണിംഗ്. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച അത് വീണ്ടും ഇന്നും തുടരുകയാണ്. ഇന്നും നാളെയും ചോദ്യോത്തര വേളയിൽ അത് നേരെ ശൂന്യവേളയിലേക്കാണ് കടക്കുന്നത്. ഇന്നലെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും ഇന്ന് അത് നൽകണമോ എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷം ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകിയില്ലെങ്കിൽ നേരെ ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടക്കും. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടതടക്കം പലതരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് നിയമസഭയിലേക്ക് വരുന്നുണ്ട്. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയുണ്ടാക്കിയ സംഭവമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയുക. കൂടാതെ ഈ കോവിഡിന് പിന്നാലെ യുവാക്കൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിക്കുന്ന സാഹചര്യവും ശ്രദ്ധ ക്ഷണിക്കലായി ഇന്ന് വരുന്നുണ്ട്. നയപ്രഖ്യാപനത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ നാളെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി മറുപടി നൽകും. നാളെ പിരിയുന്ന സഭ 19-ാം തീയതി UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിന് വേണ്ടിയായിരിക്കും ചേരുക. ഇന്ന് DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് പോകുന്നതിനാൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയിൽ ഉണ്ടാവുകയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.